ഹലോ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് ഭഗവാൻ കൃഷ്ണനും കുറൂരമ്മയും തമ്മിലുള്ള ഭക്തി നിർഭരമായ കഥ. ഗുരുവായൂരപ്പൻ്റെ ഉറച്ച ഭക്തിയായിരുന്ന കുറൂരമ്മ അവരുടെ നിഷ്കളങ്കമായ ഭക്തിയുടെയും വാത്സല്യത്തിൻ്റെയും ഉണ്ണിക്കണ്ണനായി വന്ന ഭഗവാന്റെ അതിമനോഹരമായ കഥയാണ് ഇവിടെ പറയാൻ പോകുന്നത്. കുറൂരമ്മയ്ക്ക് കുട്ടികളില്ലായിരുന്നു. ഭഗവാൻ കൃഷ്ണനെ സ്വന്തം മകനായി കണ്ട് ആരാധിക്കാനായിരുന്നു അവർക്കിഷ്ടം. തൻ്റെ വാത്സല്യം മുഴുവൻ അവർ ആ വിഗ്രഹത്തിൽ അർപ്പിച്ചു. ഒരിക്കൽ അവരുടെ ഭക്തിയിൽ പ്രീതനായ ഭഗവാൻ ആ കൊച്ചു ബാലൻ്റെ രൂപത്തിൽ അവരുടെ മുന്നിലെത്തി. എനിക്ക് വിശക്കുന്നു, എന്തെങ്കിലും തരുമോ എന്ന് ചോദിച്ചെത്തിയ ആ ബാലനെ കുറൂരമ്മ സന്തോഷത്തോടെ സ്വീകരിച്ചു. അന്നു മുതൽ ആ കുട്ടി കുറൂരമ്മയുടെ കൂടെ താമസമാക്കി. സൗഹൃദവും കുസൃതിയും അവർ തമ്മിലുള്ള ബന്ധത്തിൽ സുഹൃത്തിനോടുള്ള പോലെയുള്ള സ്വാതന്ത്ര്യവും ഉണ്ടായിരുന്നു. കൃഷ്ണൻ ഒരു സാധാരണ കുട്ടിയെപ്പോലെ കുറൂരമ്മയുടെ അടുത്ത് കുസൃതികൾ കാണിക്കുകയും അവർ കൃഷ്ണനെ സ്നേഹപൂർവ്വം ശാസിക്കുകയും ചെയ്യുമായിരുന്നു. കുറൂരമ്മയുടെ വിളി കേൾക്കുന്ന ഭഗവാൻ കുറൂരമ്മ വിളിച്ചാൽ ഭഗവാൻ ഓടിവരുമായിരുന്നു എന്നതാണ് ഐതിഹ്യം. അവർ എന്തു കൊടുത്താലും ഭഗവാൻ അത് അതീവ സന്തോഷത്തോടെ സ്വീകരിക്കുമായിരുന്നു. ഒരിക്കൽ കുറൂരമ്മയുടെ വീട്ടിൽ വിരുന്നുകാരനായി വരുന്ന വില്ലുമംഗലം സ്വാമിമാർക്ക് ഭഗവാനെ നേരിട്ട് കാണാൻ സാധിച്ചില്ല. എന്നാൽ കുറൂരമ്മ അടുക്കളയിൽ പാത്രം കഴുകുമ്പോഴും തൂത്തുവാരുമ്പോഴും ഭഗവാൻ കൂടെയുണ്ടെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. സാധാരണക്കാരായ ഒരു സ്ത്രീയുടെ നിഷ്കളങ്കമായ ഭക്തിക്ക് മുന്നിൽ ഭഗവാൻ ഒരു കൊച്ചു കുട്ടിയായി മാറുകയായിരുന്നു. കുറൂരമ്മയ്ക്ക് കൃഷ്ണൻ ദൈവമായിരുന്നില്ല, മറിച്ച് എല്ലാമെല്ലാമായ തൻ്റെ പ്രിയപ്പെട്ട മകനും കൂട്ടുകാരനുമായിരുന്നു. ഭക്തിയിൽ അഹങ്കാരമില്ലാതെ സ്നേഹം മാത്രം നിറയുമ്പോൾ ദൈവം നമ്മുടെ കൂടെയുണ്ടാകും എന്ന വലിയ പാഠമാണ് ഈ ബന്ധം നൽകുന്നത്. ഈ കഥ ലളിതമാണെങ്കിലും വലിയ സത്യം പറഞ്ഞു തരുന്നു. ആചാരങ്ങളെക്കാളും പാണ്ഡിത്യത്തെക്കാളും ഭഗവാൻ വിലമതിക്കുന്നത് ഭക്തൻ്റെ ഹൃദയത്തിലെ സ്നേഹമാണ്. ദൈവത്തെ ഭയപ്പെടേണ്ടതില്ല, മറിച്ച് സ്വന്തം മകനായോ സുഹൃത്തായോ കാണാൻ കഴിയുന്നതാണ് ഉത്തമമായ ഭക്തി. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ്.